ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ജാവയിലെ സീരിയലൈസേഷൻ എന്താണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്ക് സീരിയലൈസേഷന് വേണ്ടത് ജാവ ബീൻ വേണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംപ്ലിമെൻറ്റ് സീരിയലൈസബിൾ എന്ന് വെച്ചാൽ ഇത് സീരിയലൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, നെയിം. അതിന് ഒരു എം ടി കൺസ്ട്രക്ടർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ, പ്രോപ്പർട്ടി ആയിട്ടുള്ള നെയിമിൻ്റെ വാല്യൂ ഗെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും നമുക്ക് ഗെറ്ററും സെറ്ററും ഉണ്ട്. ഇനി നമുക്ക് സീരിയലൈസേഷൻ ക്ലാസ്സിലൂടെ കിടക്കാം. ഇവിടെ നമ്മൾ ഈ പേഴ്സൺ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് P1 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. നമുക്ക് ഒരു പേഴ്സൺ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമിന് ഒരു ഫയൽ നെയിം കൊടുക്കുന്നു. ഇവിടെ പേഴ്സൺ എന്നുള്ളതിൻ്റെ PER, സീരിയലൈസേഷൻ എന്നുള്ളതിന് SCR എന്ന് കൊടുക്കുന്നു. സീരിയലൈസ്ഡ് ഒബ്ജക്റ്റ് എന്ന് കാണിക്കുക. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീമിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റിന് ഇതിനകത്തോട്ട് പാസ് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് വെച്ചിട്ട് റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.